ഒരുപാട് നാള് ജീവിക്കാൻ ഒരു വകയുണ്ടാക്കി തന്നതല്ലേ എൻ്റെ അമ്മ. ആ അമ്മയെ പോലും ഓർത്തില്ലല്ലോ. പറ്റിപ്പോയി കുഞ്ഞ്. എന്നെ ഇതില് പെടുത്തി കളഞ്ഞതാ. ഒരേ ഒരു നിമിഷത്തേക്ക് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ മറന്നുപോയി. എന്നോട് മാപ്പാക്കണം. ആ റോള് എന്താണെന്ന് മാഡത്തിന് കേൾക്കണ്ടേ? സ്വന്തം അനന്തരവന്റെ ഭാര്യയെ എന്നേക്കുമായി കൊല്ലാൻ നോക്കുക. കൊല്ലാൻ നോക്കിയെന്നോ? കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന് മുമ്പ് കുട്ടിയുടെ അമ്മയെയാണ് കൊല്ലാൻ നോക്കിയത്. അതും ചികിത്സിക്കുന്ന ഡോക്ടറെ സ്വാധീനിച്ച്. പറഞ്ഞു കൊടുക്കണോ? അത് അന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണോ? അത് അന്ന് തന്നെ കഥ അവിടെ തീരുന്നില്ല. അമ്മയെ കൊല്ലാനുള്ള ശ്രമം നടക്കാതെ ആയപ്പോ അടുത്ത ശ്രമം കുട്ടിയുടെ ജീവൻ എടുക്കുക എന്നതായി. അതിന് ഇയാള് പറയുന്ന കാരണമാണ് വിചിത്രം. ഈ കുട്ടിയും അമ്മയും ജീവിച്ചിരുന്ന കൊച്ചിന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ ഭാര്യയുമായിട്ടുള്ള ജീവിതം ശോഭനമാവില്ല എന്ന്. അവരുടെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടി അമ്മാവന്റെ വക ഒരു സ്നേഹക്കൊല. കുട്ടിയെ തട്ടിയെടുക്കാൻ ഒരാളെയും കണ്ടെത്തി. അതിന് കൃഷ്ണൻകുട്ടി കണ്ടെത്തിയ ആളാണ് ഈ നിൽക്കുന്ന രാജേന്ദ്രൻ. മാറോ. പണിക്കും പോവാതെ കള്ളും കുടിച്ച് ഭാര്യയും തല്ലി നടക്കുന്ന ഇവനെ തന്നെ ഈ ജോലി ഏൽപ്പിക്കാൻ ഒരു കാരണമുണ്ട്. കൃഷ്ണൻകുട്ടിയുടെ ഈ കൊച്ചു തലയ്ക്കുള്ളിൽ തലച്ചോറ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കുന്ന ഒരു കണ്ടെത്തൽ. അതിന് കാരണം ശാന്ത. പക്ഷേ ശാന്ത ഭർത്താവിന്റെ ഈ ആവശ്യം മുഖവിലക്കെടുത്തില്ല. കുട്ടിയെ ആ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. കൃഷ്ണൻകുട്ടിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിപ്പോയ രാജേന്ദ്രൻ അതിനുവേണ്ടി ഒറ്റയ്ക്കൊരു ശ്രമം നടത്തി. അതാണ് ആ വീട്ടിൽ കയറിയ ആദ്യത്തെ മോഷണ ശ്രമം. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ. അത് ഞാനൊന്ന് ആ ശ്രമവും പരാജയപ്പെട്ടപ്പോഴാണ് ശാന്തയെ ഭീഷണിപ്പെടുത്തി രാജേന്ദ്രൻ അവസാന ശ്രമം നടത്തിയത്. അപ്പൊ കുഞ്ഞിനെ ആരാ എടുത്തേ? ഇപ്പോ നമ്മുടെ മുന്നിൽ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചോദ്യം അതാണ്. ആ കുഞ്ഞിനെ ആരാണ് എടുത്തത്? ഇവർക്കാർക്കോ അതറിയില്ല. കുഞ്ഞിനെ കൊടുക്കാതായപ്പോ വാങ്ങിച്ച കാശിന്റെ പേരിൽ തർക്കമായി. വഴിയിൽ കിടന്ന അടിയായ ഇവരെ പിന്നെ ഞാനാണ്, അല്ല ശിവനാണ് ഇവിടെ എത്തിച്ചത്. ആരെ കൊന്നാലും വേണ്ടില്ല, തനിക്ക് തന്റെ അനന്തരവനെ രക്ഷിക്കണം അല്ലേ? പെങ്ങളായിരിക്കും പറഞ്ഞു വിട്ടത്. തള്ളയും കൊച്ചനെയും കൊന്ന് മകന്റെ ജീവിതം അങ്ങ് സേഫ് ആവുന്നു. അവരുടെ മകന്റെ സ്വന്തം ചോരയല്ലേ ആ കൊച്ച്. ഈ പാവമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വീട്ടാനാ?
ഒരുപാട് നാള് ജീവിക്കാൻ ഒരു വകയുണ്ടാക്കി തന്നതല്ലേ എൻ്റെ അമ്മ. ആ അമ്മയെ പോലും ഓർത്തില്ലല്ലോ. പറ്റിപ്പോയി കുഞ്ഞ്. എന്നെ ഇതില് പെടുത്തി കളഞ്ഞതാ. ഒരേ ഒരു നിമിഷത്തേക്ക് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ മറന്നുപോയി. എന്നോട് മാപ്പാക്കണം. ഞാൻ മോളുടെ കാല് പിടിച്ച് അപേക്ഷിക്കുക. എല്ലാം എന്റെ തെറ്റാണ്. കാശിനോടുള്ള ആർത്തി കാരണം ഞാൻ അവളെ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതാണ്. റസാഖ്, യെസ് മാഡം. ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുഞ്ഞിനെ ആരാ കൊണ്ടുപോയത്? ഇവരീ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇപ്പൊ ആ കുഞ്ഞ് ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവോ? വാ മക്കളെ വാ. കുട്ടിയെ കണ്ടോ മക്കളെ? ആൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ രണ്ടുപേരും കൂടെ കുഞ്ഞിനെ കാണാൻ പോയതാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഇവിടെ കിടന്നൊരു വെപ്രാളവാ. നിങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടാവോ? കുഞ്ഞിനെ കണ്ടു കാണുവോ? എന്നോട് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞെന്നറിയോ? എടി, നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു കുട്ടി കയറി വരാൻ പോവല്ലേ, അതിന്റെ ഒരു വെപ്രാളവാ. നീ അത് കാര്യാക്കണ്ട. ആ പറ മക്കളെ, എന്തായി പോയിട്ട്? പോയിട്ടെന്താ, ഞങ്ങള് കുട്ടിയെ കണ്ടു. മോളാ, ആ നല്ല കുട്ടിയാ, മിടിക്കാച്ചാ. 2-3 മാസം പ്രായം ഉണ്ടാവും. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് പറയണമെങ്കിൽ കുട്ടിയുടെ അമ്മയല്ലേ നിൽക്കുന്നത്, അമ്മ പറയും. നല്ല ഓമനത്തുള്ള കുട്ടിയാ അമ്മ. പെട്ടെന്ന് ആരുമായിട്ട് അടുക്കുന്ന പ്രകൃതമാ. ഞങ്ങള് പോരുന്നത് വരെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. എന്റെയും മൂർത്തിയുടെയും കയ്യിൽ നിന്ന് അവള് പോയിട്ടില്ല, അല്ലേ മൂർത്തി? സ്നേഹമുള്ള കുഞ്ഞാ, കൊടുത്തിട്ട് പോരാനും തോന്നിയില്ല. ആ, എന്നാ പിന്നെ കൂടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അങ്ങനൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. മോളെ കയ്യിൽ കിട്ടാൻ ഇനിയും കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഓ, എനിക്ക് ആ കുട്ടിയെ കാണാൻ തോന്നുന്നു. എനിക്കും ഒന്ന് കാണണമെന്നുണ്ട്. ഇനി ഏതാണ്ടൊക്കെ നടപടികൾ ഉണ്ടാവുന്നാ പറഞ്ഞത്. കുട്ടിയെ നമ്മളെ നന്നായിട്ട് നോക്കുമെന്ന് അവർക്ക് ഉറപ്പുവരണല്ലോ. ഈ കുട്ടി വന്നു കഴിയുമ്പോൾ ഈ വീട്ടിലെ എല്ലാ സങ്കടങ്ങളും മാറും, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എനിക്കുറപ്പില്ല.